ഗാന്ധിജിനെ മാറ്റി രാമനെ കുത്തിക്കയറ്റി. നാളെ വേറെ ആരെങ്കിലുമൊക്കെ പേര് മാറ്റി സീതനെയും ഹനുമാനെയും ഒക്കെ കയറ്റും. VBG രാംജി ഇതിന്റെ ഷോർട്ട്. അതിൻ്റെ ഇടയ്ക്ക് രാമനെ കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലും പള്ളിപ്പറമ്പിലൊക്കെ എവിടെ കയറ്റി രാമനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ തൊഴിൽ. ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. പേര് തന്നെ അങ്ങ് മാറ്റി. മഹാത്മാഗാന്ധിയെ വേണ്ട, അവിടെ രാമനെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ രാമൻ എവിടുന്ന് വന്നു എന്നായിരിക്കും അല്ലേ? രാമനും തൊഴിലുറപ്പും തമ്മിൽ എന്താ വന്നത്? രാമൻ പണ്ട് തൊഴിലുറപ്പിന് പോയണോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലേ? തന്തയും തറവാടും ഇല്ലാത്തവന്മാരെ ഇത് രണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പല ചരിത്രങ്ങൾ തിരുത്തി എഴുതിയിട്ടും ഇല്ലാത്ത ചരിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇല്ലാത്ത പല ദിവ്യ പുരുഷന്മാരെ അങ്ങ് ഉണ്ടാക്കി ഈ പറഞ്ഞ ചരിത്രത്തിന്റെ ഇടയിലൊക്കെ കുത്തിക്കയറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതെ, ഒരു 100 വർഷത്തെ തന്തയില്ലാത്ത ചരിത്രം പറയാൻ നടക്കുന്ന തന്തയോ ഒന്നുമില്ലാത്തവന്മാർ കൊണഗീതം വരെ അത് ട്രെയിനിലാണെങ്കിലും കയറി പാടും. അപ്പം ഒരു കൊണവുമില്ലാത്ത കൊണഗീതം പാടി നടക്കുന്ന ഈ കൊണകളുടെ ഒരു പുതിയ സമ്പ്രദായങ്ങളിൽ പുതിയൊരു സംഭവം, പുതിയൊരു ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്രാവശ്യം ചെയ്തത് വേറെ ഒന്നുമില്ല, മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ അങ്ങ് വെട്ടി. അതാണ് കുറേ കാലങ്ങളായിട്ട് മഹാത്മാഗാന്ധിനെ മാറ്റിയിട്ട് അവിടെ സവർക്കറെ, മറ്റേ എന്താണ് പീറ സവർക്കർ ഏതൊരുത്തുണ്ടല്ലോ, അവനെ കയറ്റാനും അല്ലെങ്കിൽ അതേപോലത്തെ വേറെ ഏതെങ്കിലും വെട്ടാപ്പള്ളിയന്മാരെ കയറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചങ്കിക്കൂട്ടങ്ങളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പം അതിൽപ്പെട്ട ചങ്കികൾ ഇന്ന് ചെയ്തിട്ടുള്ള പുതിയ സംഭവമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. പേര് തന്നെ അങ്ങ് മാറ്റി. മഹാത്മാഗാന്ധിയെ വേണ്ട, അവിടെ രാമനെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ രാമൻ എവിടുന്ന് വന്നു എന്നായിരിക്കും അല്ലേ? രാമനും തൊഴിലുറപ്പും തമ്മിൽ എന്താ വന്നത്? രാമൻ പണ്ട് തൊഴിലുറപ്പിന് പോയണോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലേ? അതൊന്നുമല്ല, പുതിയതായിട്ട് കയറ്റിയിട്ടുള്ളത്, അതായത് ഈ സമഗ്രമായ മാറ്റമാണ് ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ സംഭവം പേരുമാറ്റമാണ് ആദ്യത്തെ നയം. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നമുക്കെല്ലാവർക്കും അറിയാം. 2005 UPA സർക്കാരാണ് ഇങ്ങനെ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അതറിയാലോ. അപ്പം പാരമ്പര്യം ആർക്കാണ്? തന്ത ആരുടെയാണെന്ന് നിങ്ങൾക്കറിയാം, UPA സർക്കാരിനാണ്. അത് കംപ്ലീറ്റ് അങ്ങ് മാറ്റി അവിടെ രാമനെയും അല്ലെങ്കിൽ നമ്മുടെ താടിനെയും കയറ്റുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ പേര് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയ പേരങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ പേരാണ് വികസിത് ഭാരതീയ ഗ്യാരണ്ടി ഫോറം റോഡ്ഗാർ ആൻഡ് ആജീവിക മിഷൻ. VBG രാംജി. VBG രാംജി ഇതിന്റെ ഷോർട്ട്. അതിൻ്റെ ഇടയ്ക്ക് രാമനെ കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലും പള്ളിപ്പറമ്പിലൊക്കെ എവിടെ കയറ്റി രാമനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ തൊഴിൽ. അപ്പോൾ ഈ ബില്ല് 2025 ഇങ്ങനെ ഒരു പേരാണ് പുതിയ ബില്ലിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഇതിന്റെ ലക്ഷ്യത്തിൽ കാര്യപ്പെട്ട് പറയാനുള്ളത് തൊഴിലുറപ്പിലെ 60 ദിവസത്തിന്റെ വിലക്ക്. അതായത് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം ഓരോന്നായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ തൊഴിലുറപ്പിന്റെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ആ തൊഴിലുറപ്പിന്റെ പേരാണ് ഇവന്മാരിപ്പം മാറ്റിയിട്ടുള്ളത്. തൊഴിലുറപ്പിന്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു ഈ പേര്. ആ പേരാണ് ഇപ്പോൾ രാമനൊക്കെ കൂടെ കുത്തിക്കയറ്റിയിട്ട് ഒരു സംഭവം പുതിയതായിട്ട് കൊണ്ടുവന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഭേദഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസം ആക്കിയിട്ടുണ്ട്. അതായത് 100 അല്ല 125 ദിവസം വരെ തൊഴിൽ കൊടുക്കണം എന്നാണ്. പണ്ട് 100 ആയിരുന്നു. ഇതുവരെ 100 ദിവസങ്ങളായിരുന്നു തൊഴിലുറപ്പിന്റെ ദിവസങ്ങളായിട്ട് കണക്കാക്കുക. ഈ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം കുറച്ചു. അതായത് ദിവസം കൂട്ടിയപ്പം നമ്മൾ വിചാരിച്ചെന്താ കേന്ദ്രം പുതിയ ഫണ്ട് തരും, കുറേ പേർക്ക് പൈസ കൊടുക്കുന്നൊക്കെ അല്ല. അങ്ങനെ പരിപാടികളൊന്നുമില്ല. അതിന്റെ അനുപാതം അങ്ങോട്ട് മാറ്റിയിട്ട് പണ്ട് 75% ആയിരുന്നു കേന്ദ്രം തന്നിട്ടുള്ളത് തൊഴിലുറപ്പിന് വേണ്ടിയിട്ട്. അതങ്ങ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? 60% ആക്കി. അതായത് 100 25 ദിവസമാക്കി. 25 ദിവസം അവിടെ കൂട്ടിയപ്പം ഇവിടെ 75% കൊടുത്തോണ്ടിരുന്നത് 60% മാറ്റി. അപ്പം ബാക്കി എന്ത് ചെയ്തു? ബാക്കി 40% സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കണം. അത് വീണ്ടും സംസ്ഥാന സർക്കാരുകളുടെ തലയിലോട്ട് തന്നെ വെച്ച് കൊടുത്തു. കാരണം ഈ കിട്ടുന്ന ഫണ്ടല്ല, കേന്ദ്രത്തിന്റെ ഈ ഫണ്ടെല്ലാവരും കൂടെ അദാനിക്കും അല്ലെങ്കിൽ അദാനിക്കും അംബാനിക്കും ഒക്കെ അണ്ണാക്ക് തള്ളാനും പിന്നെ മോദിയുടെയും അമിത്ഷായുടെയും ബാക്കിയുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഒക്കെ തറവാട്ടിൽ കെട്ടിവെക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് ഈ പൈസ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് എടുത്തോട്ടെ. നമുക്കിവിടെ PR ചെയ്യണം, മോദിക്ക് ടൂറ് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അദാനിക്കും അംബാനിക്കും ഒക്കെ മക്കളെ കല്യാണം കഴിക്കാനുണ്ട്. നിതിൻ ഗഡ്കരിന്റെ മോന് പുതിയ കമ്പനികൾ ഉണ്ടാക്കണം, എന്തൊക്കെ പരിപാടികളുണ്ട്. പിന്നെ ഫണ്ട് വേണ്ടേ? MLA മാരെ വാങ്ങണം, MP മാരെ വാങ്ങണം, എന്തൊക്കെ നാട്ടിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫണ്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് പുതിയ ഫണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അതിന് പകരം സംസ്ഥാന സർക്കാരുകൾ തലയിലൊക്കെ ഇത് വെച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് അതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ സംഭവം വരുന്നതിന് ഇത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടോ, ഇതിനെ പ്രതിപക്ഷം എതിർത്തുണ്ട്. പാർലമെന്റിൽ ഇതിന് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റേ ജോയിന്റ് കമ്മീഷന് പോയിട്ടുണ്ട് ഈ ബില്ലിന്റെ. അത് അവിടെ നിന്നെങ്കിൽ കുത്തിത്തിരിച്ച് നമ്മൾ വഖഫ് ബില്ല് പോലത്തെ മറ്റ് പല ബില്ല് പോലൊക്കെ തന്നെ അത് അവിടെ നിന്ന് റെഡിയാക്കിയിട്ട് അവന്മാർ കൊണ്ടുവരും. അതൊരു പൊതുവെ എല്ലാ പ്രാവശ്യമുള്ള പരിപാടിയാണിത്. ഇനി 2005 UPA സർക്കാർ ഈ ഒരു NRG എന്ന് പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി കൊണ്ടുവന്നു. അതായത് ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുക എന്നുള്ളൊരു പുതിയ പദ്ധതിയായിരുന്നു അന്ന്. ഈ 100 ദിവസമാണ് ഇപ്പോൾ 125 ദിവസമാക്കി മാറ്റിയത്. ജോലി പൂർത്തിയാക്കിയ 15 ദിവസത്തിനുള്ളിൽ തന്നെ വേതനം കൊടുക്കണം എന്നുണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാണ്ടിരുന്ന പീരീഡിന് വരെ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കണം എന്നൊക്കെയാണ് പുതിയ പദ്ധതികളിൽ ഈ പുതിയ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നല്ല കാര്യമാണ്. സംസ്ഥാന സർക്കാരല്ലേ കൊടുത്തോളൂല്ലോ, കേന്ദ്രം കൊടുത്തിട്ടില്ലേ, സംസ്ഥാന സർക്കാർ കൊടുത്തോളും. അപ്പം ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം,
ഇപ്പോൾ ഇതിൽ കേന്ദ്രത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. അവർക്ക് പേര് മാറ്റണം, ഗാന്ധിജിയുടെ പേര് മാറ്റണം. അവർക്ക് നാട്ടിലുള്ള സകല സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് RSS വെറുതെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സമരം പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ മൂത്രമൊഴിച്ച ചരിത്രം പോലും ഇവന്മാർക്കില്ല. ഇവന്മാരത് കണ്ടു ഓടി ഒളിക്കാറ് ആ സമയം. അത് പണ്ട് മുതൽ 1925 ഇത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവരുടെ സ്ഥാപക നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ പങ്കെടുത്തോ, പക്ഷേ ആ സമയത്ത് നിങ്ങൾ RSSന്റെ ഭാഗമായിരിക്കില്ല. RSSന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനാണ് വേണ്ടത്. സ്വാതന്ത്ര്യം നമുക്ക് വേണ്ട, നമുക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം, നമ്മളിവിടെ ഹിന്ദുത്വം കൊണ്ടുവരണം, നമുക്കിവിടെ കുറേ വർഗീയത കൊണ്ടുവരണം, ഇത് മാത്രമായിരുന്നു നമ്മുടെ ചിന്ത. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ വെറുതെ പോലുവന്മാർ ചേർന്നിട്ടില്ല. പക്ഷേ RSSൽ ചേർന്ന ചില നേതാക്കന്മാർ 1925 മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ ഒരു പേര് ഇവന്മാർ പറയാറുണ്ട് ഇടയ്ക്ക്. അതല്ലാണ്ട് ഇവന്മാർക്ക് സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു മുള്ളിത്തെറിച്ച ബന്ധം പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്ത് ഇപ്പം ഇത്രയും കാലങ്ങളായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-25 കൊല്ലമായി, ഇപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പം ചരിത്രം നോക്കുമ്പോൾ ഞങ്ങളുടെ പേര് ആരുമില്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പേരിൽ ഞങ്ങൾ ആരുമില്ല. ഞങ്ങളിവിടെ കുറേ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയ മോദിനെ പോലത്തെ അല്ലെങ്കിൽ പല മറ്റേ ബീഹാറിൽ 1989 ഉണ്ടായ കലാപം, ഇങ്ങനത്തെ കുറേ കലാപത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരൊക്കെ ഉണ്ട്, ചിളിച്ച് നിൽക്കുന്ന ജയിലിൽ നിന്നുള്ള ഫോട്ടോസും ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അതല്ലാത്ത ഫോട്ടോസൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മായ്ച്ച് കളയണമെങ്കിൽ നമ്മളിവിടുത്തെ കുറേ പദ്ധതികളുണ്ട്, UPA ഗവൺമെൻറ് കൊണ്ടുവന്ന അതല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളിൽ ഗാന്ധിജി, നെഹ്റു ഇതൊക്കെ പേര് വലിയ ബുദ്ധിമുട്ടാണ്, ഇന്ദിരാഗാന്ധി എന്നൊക്കെ ഇതൊക്കെ മാറ്റണം. അതുകൊണ്ട് നെഹ്റുവിനെ ഏതൊരു പാർലമെന്റ് കിട്ടിയാലും ഈ വേട്ടാവളിയൻ അവിടെ പോയിട്ട് കുറ്റം പറയും. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളെ പറഞ്ഞ വേറെ ഒന്നുമില്ല. ഇവൻ അവിടെ പോയിരുന്ന് നെഹ്റുജി ഒരു 100 വട്ടം പറയും. എന്തെങ്കിലും തിരിച്ചു വെച്ചില്ല ബബ്ബ അടിച്ചിട്ട് ഇങ്ങനെ അവിടെ പോരും. അതല്ലാണ്ട് ഒരു കഴിവും കോണവും ഒന്നുമില്ലാത്തൊരു സാധനം നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിട്ടേക്ക്. പിന്നെയുള്ള ഏതൊരാൾക്കാരും ഈ നെഹ്റുവിനെ കുറ്റം പറയുക, ഇന്ദിരാഗാന്ധിനെ കുറ്റം പറയുക, രാജീവ് ഗാന്ധിനെ കുറ്റം പറയുക, ഈ പരിപാടി തന്നെ മഹാത്മാഗാന്ധിനെ കുറ്റം പറയുക, മഹാത്മാഗാന്ധിനെ ഫോട്ടോ വെച്ചിട്ട് വെടിവെക്കുക, ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. നമ്മുടെ സ്വാതന്ത്ര്യ ഗീതം ജനഗണമന മൂലം അംഗീകരിക്കാത്ത വേട്ടാവളിയന്മാർ, കൂട്ടത്തിൽ നമ്മൾ ത്രിവർണ്ണ പതാക വരെ ഒരു 10-40 വർഷമായിട്ട് അംഗീകരിക്കാത്ത മലവാണങ്ങൾ. ഇതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബേസ് നിന്ന്. അപ്പോൾ ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഗാന്ധിയുടെ പേര് ബാക്കിയുള്ള പേരൊക്കെ രാജ്യത്ത് നിന്ന് മാറ്റണം. പിന്നെ ഇവന്മാർ മേലെ പിടിക്കുന്നത് മുഗൾ ഭരണം. നമ്മുടെ രാജ്യം 100 കൊല്ലം ഈ മുഗളിൻ്റെ അണ്ടറിൽ വളരെ സമൃദ്ധമായിട്ട് മുന്നോട്ട് പോയി ഏറ്റവും ബെസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ ബെസ്റ്റ് GDP ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ. അത് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ആ ചരിത്രം മാറ്റണമെങ്കിൽ കുറേ മുസ്ലിം വിദ്വേഷവും കാര്യങ്ങളും പറയാം. ഇവന്മാർ അമ്പലം പൊളിച്ചിട്ടുണ്ടെന്ന് പറയാം, ഇല്ലാത്ത അമ്പലത്തിൻ്റെ പേരിൽ ഇല്ലാത്ത രാമനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കുക, ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. ഇപ്പം ഈ BJP സ്ഥലം മായിട്ടുള്ള ചില പേരുകൾ എടുത്തു നോക്കി എനിക്ക് മനസ്സിലായി, എത്ര പേർക്ക് ഇത് അറിയുന്നറിയില്ല. അതായത് അലഹബാദ് ആണ് പ്രയാഗ്രാജ് ആയത്. അവിടെ അലഹബാദ് എന്നൊക്കെ പറഞ്ഞാൽ മുഗളന്മാരുടെ പേരാണ്, മുസ്ലിം പേരാണ്, പാടില്ല. പ്രയാഗ്രാജ് എന്നിട്ട് പിന്നെ ഫൈസലാബാദ് റീനെയിം ചെയ്തിട്ടാണ് അയോധ്യ എന്നാക്കിയത്. ഫൈസലാബാദ് ആയിരുന്നു, ഫൈസലാബാദാണ് അയോധ്യ ആയിട്ടുള്ളത്. അതുപോലെ ഗുർഗാവ് നിങ്ങൾക്ക് അറിയാലോ, ഗുരുഗ്രാമമാക്കി. ഹരിയാനയിൽ ഗുഡ്ഗാവ് എന്ന് പറയട്ടെ അവിടെയുള്ള ആൾക്കാർ തന്നെ. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഗുരുഗ്രാമമാക്കി. ഔറംഗാബാദ് നമ്മൾ എന്ത് ചെയ്തു, ഛത്രപതി ശിവാജി നഗറാക്കി, കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റിക്കഴിഞ്ഞു. പിന്നെ ഔറംഗാബാദ് പറഞ്ഞു ഉസ്മാനാബാദ് നമ്മൾ മാറ്റിയിട്ട് ദർശിവ് മഹാരാഷ്ട്രയിലുള്ള ദർശിവ് എന്നുള്ള പേരിലോട്ട് മാറ്റി. പിന്നെ ഹൊസ്കാനാബാദ് അത് നർമ്മദാപുരം മധ്യപ്രദേശിലുള്ളതാക്കി. പിന്നെ കുറേ റെയിൽവേ സ്റ്റേഷനിലെ പേര് മാറ്റി, നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അതായത് മുഗൾ സറായ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനാണ്. അത് പേര് മാറ്റിയിട്ട് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ എന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ രാജ്പഥിൻ്റെ പേര് മാറ്റിയിട്ട് നമ്മൾ കർത്തവ്യ പഥ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഔറംഗസേബ് റോഡ് മാറ്റിയിട്ട് APJ അബ്ദുൽ കലാം ഇട്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവന്മാരുടെ മൂട്ടിൽ വെടിപൊട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രധാനമായിട്ടുള്ള പേര് മാറ്റൽ. മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ മാറ്റും, മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അടിക്കും, ബീഫിൻ്റെ പേരിൽ അടിക്കും, എല്ലാ പരിപാടികളും ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പല പദ്ധതികളുടെ പേര് മാറ്റിയിട്ട് അവിടെ രാമനോ സീതാന്നോ മോദിന്നോ ഒക്കെ ആക്കും. നിങ്ങളടുത്ത് വെച്ച് മറ്റേ ഒരു പാട്ടുകാരുണ്ടല്ലോ ബീഹാറിൽ, സീതാനഗറിന് പേര് മാറ്റാൻ നിൽക്കുന്ന കേട്ടോ. അവിടുത്തെ അലിനഗർ ആയിരുന്നു, അലിനഗറിൻ്റെ പേര് മാറ്റി മൈഥിലി താക്കൂർ. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാണ്. എന്താണ്, ഞങ്ങൾ ഇവിടുത്തെ പേര് മാറ്റും, ഇവിടെ അലിനഗർ എന്നാണ് ആ പേര് മാറ്റിയിട്ട് ഞങ്ങളവിടെ സീതാനഗർ എന്നാക്കും പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട. നമ്മുടെ രാജ്യത്തെ എത്രയും എത്രയും പെട്ടെന്ന് കുതിക്കുന്ന രാജ്യം ഉണ്ടാണെങ്കിൽ അത് നമ്മളെല്ലാവരും കൂടെ പിടിച്ച് കുതിച്ചുകൊണ്ടിരിക്കുക. ബാക്കോട്ടാണെന്നുള്ളത്, മുമ്പോട്ടല്ല. മുമ്പോട്ട് കുതിക്കും മോദിയുടെ തള്ളുകൾ, GDP ആയിട്ടും ബാക്കിയിട്ടും മോദിജിയുടെ തള്ളുകൾ മുമ്പോട്ടും കുതിക്കും. ജനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ പിന്നോട്ടും കുതിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പദ്ധതിയാണ്, ഈ ഒരു നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഗാന്ധിജിയുടെ പേര് മാറ്റി അവിടെ രാമൻ്റെ പേരിട്ട് കൊടുത്തത്. ഗാന്ധിജിനെ മാറ്റി രാമനെ കുത്തിക്കയറ്റി. നാളെ വേറെ ആരെങ്കിലുമൊക്കെ പേര് മാറ്റി സീതനെയും ഹനുമാനെയും ഒക്കെ കയറ്റും. അവസാനം ഏതെങ്കിലുമൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള ചില ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഗാന്ധിജിയുടെ സ്റ്റാച്യു ഉണ്ട്, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെതുണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെതുണ്ട്, പല 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 സ്റ്റാച്യു ഉണ്ട്, ഇഷ്ടം പോലെ. കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ മാറ്റി രാമൻ്റെ
വില്ല് പിടിച്ച് നിൽക്കുന്നത്, സീത നിൽക്കുന്നത്, ഹനുമാൻ ബാലും പൊക്കി നിൽക്കുന്നത്, ഇതൊക്കെ വരും, അടുത്ത് വരും. നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ രാജ്യം അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ, ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, കണ്ടോ.